ഇന്ന് ലഞ്ച് ഒരു സ്പെഷ്യലാക്കിയാലോ? അധികം പണിയൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു നെയ്ച്ചോറും ബീഫ് കുറുമയുടെ റെസിപ്പിയും കൂടെയാണ് ഇന്ന് ഇട്ടിട്ടുള്ളത്. പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ അത്. ആദ്യം ബീഫ് കുറുമ റെഡിയാക്കാനായിട്ട് അതിലേക്കൊരു മസാല ഉണ്ടാക്കിയെടുക്കണം. അതിനൊരു പാന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 പട്ട, 3 കറാമ്പൂ, 2 ഏലക്ക, 1/2 ടീസ്പൂണ് വലിയ ജീരകം, 1 ടീസ്പൂണ് കുരുമുളക് പൊടിക്കാത്ത കുരുമുളകാണ് വേണ്ടത്. അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ചൂടാക്കിയിട്ടെടുക്കണം. ചൂടായ ശേഷം ഇതെല്ലാം മിക്സിയുടെ ജാറിലിട്ടൊന്ന് നല്ലപോലെ പൊടിച്ചെടുക്കണം. അപ്പോൾ അതേ പാനിൽ തന്നെ മല്ലിപ്പൊടി 1/2 ടീസ്പൂണും മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണും ചേർത്ത് പച്ചമണം മാറിക്കിട്ടുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. 5 കാശ്മീരി മുളക് വെള്ളത്തിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതാണ്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും, പെട്ടെന്ന് അരഞ്ഞു കിട്ടും. അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് അതും ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ചിട്ടുള്ള മല്ലി മുളക് മിക്സും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചിട്ടെടുക്കണം. 3 ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള ഇഞ്ചി, ഒരു 7 ചെറിയ ഉള്ളി, ഒരു കുടം വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്തിട്ട് ഇതും കൂടെ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. എന്നിട്ട് നല്ലൊരു മസാല റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്ക് സവാള വഴറ്റിയെടുക്കാനായിട്ട് കുക്കർ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 2 സവാള അരിഞ്ഞത് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വാടി വരും. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കണം. ഇത് ചെറിയ തീയിലിട്ടിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് നല്ലപോലെ വാട്ടിയെടുക്കണം. അപ്പോൾ അത് ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, മീറ്റ് മസാല 1/2 ടീസ്പൂണും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ടുള്ള ആ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് മിക്സിയുടെ ജാറിൽ വെള്ളം എടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ബീഫ് വെക്കുമ്പോൾ ആകെ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ഇത് മാത്രമാണ്. അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന ടൈമിൽ അതിലേക്ക് 1/2 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി കഴുകി വെച്ചിട്ടുള്ള ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 3 വിസിൽ വരുന്ന വരെ വേവിച്ചിട്ടെടുക്കണം. ബീഫ് റെഡി ആകുമ്പോഴേക്കും നെയ്ച്ചോറിന് ആവശ്യമായിട്ടുള്ള സവാള ഒന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ 1 കിലോ അരിയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിന് ഞാനിവിടെ 2 സവാളയാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വറുത്ത് കോരി മാറ്റണം. ഇതൊന്ന് ക്രിസ്പിയായി വരുമ്പോഴേക്കും വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി വന്നിട്ടുള്ള വെള്ളത്തിലേക്ക് 2 ടീസ്പൂൺ ഉപ്പും 2 കറാമ്പൂ, പട്ട, ഏലക്ക ഇതെല്ലാം കൂടി ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കണം. വറുക്കാൻ വെച്ചിട്ടുള്ള ഉള്ളി എൻ്റെ മോള് നല്ലപോലെ ക്രിസ്പി ആയിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അവളത് ചെയ്യുമ്പോഴേക്കും ഞാൻ അരി കഴുകാനായിട്ട് നിന്നിട്ടുണ്ട്. അരി കഴുകിയ ശേഷം തിളച്ച് വന്നിട്ടുള്ള വെള്ളത്തിലേക്ക് നമുക്ക് ഈ അരിയൊന്ന് കഴുകിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നെയ്ച്ചോറൊക്കെ ഒരു ചെറുതായിട്ടൊരു കളർ ചേഞ്ച് ഉണ്ടാവില്ല, നമുക്ക് അത് നല്ല വെള്ള കളറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ചോറിന് കളറൊക്കെ ആ വെള്ള കളറായിട്ട് തന്നെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് പാല് ചേർത്ത് കൊടുക്കണേ. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നല്ലപോലെ ഉള്ളി ക്രിസ്പി ആയിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അണ്ടിപ്പരിപ്പ് ഇതുപോലെ നമുക്ക് ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ് അതും കൂടെ ഒന്ന് വറുത്തെടുക്കണം. വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയിലേക്ക് നമുക്ക് ഈ അണ്ടിപ്പരിപ്പും കൂടെ വറുത്തത് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ആവശ്യത്തിന് മല്ലിയിലയും ഇതിൽ ഇട്ട് കൊടുക്കാം. പട്ട, കറാമ്പൂ, ഏലക്ക ഇതെല്ലാം കൂടി വറുത്തതും കൂടെ ഇതിലിട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബീഫ് കുറുമ അവിടെ റെഡി ആയിട്ടുണ്ട്. 3 വിസിൽ വന്നതിന് ശേഷം ഞാനിത് കുക്കർ തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളമൊന്നും ഇല്ലാതെ തന്നെ, വെള്ളം അധികം ചേർക്കാതെ തന്നെ നല്ല കുറുമയായിട്ട് കിട്ടിയിട്ടുണ്ട്. അരി പകുതി മുക്കാലും വെന്തിട്ടുണ്ട്.
അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്കൊന്ന് ഊറ്റി എടുക്കണം. നെയ്ച്ചോറ് റെഡിയാക്കാനായിട്ട് ആദ്യം ഒരു പാത്രത്തിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പിൻ്റെ മിക്സും കൂടെ ഒന്ന് വിതറി കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ പകുതി വന്നിട്ടുള്ള ചോറ് ഇതിലേക്ക് പകുതി ഇട്ട് കൊടുത്തിട്ട് പരത്തി കൊടുക്കണം. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് ലെയറായിട്ട് ചോറും അതിന് മേലെ നെയ്യും വറുത്തിട്ടുള്ള ആ ഉള്ളിൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അവസാനം ഇതുപോലെ ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഉള്ളിൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് ചെറിയ തീയിലിട്ട് ദമ്മിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ നെയ്ച്ചോറും ബീഫ് കുറുമയും നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അതുപോലെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.